ഹായ് ഡിയേഴ്സ്, കുറച്ച് ദിവസം അടുപ്പിച്ച് കുക്കിംഗ് മാത്രമല്ലേ, ഇന്ന് നിങ്ങളെ വേറൊരു വെറൈറ്റി കാണിക്കാമെന്ന് ഓർത്തു. ഇത് പ്രശോഭനിയമ്മ. നമ്മളെയൊക്കെ കുഞ്ഞിലെ നമ്മുടെ അയൽവക്കത്ത് നമ്മൾ നോക്കിക്കൊണ്ട് നടന്ന 1-2 ഫാമിലീസ് കാണത്തില്ലേ. എൻ്റെ അതുപോലെ ഒരു 3 ഫാമിലിയുണ്ട്. അതിലൊരു ഫാമിലിയാണിത്. ഈ അമ്മ കുഞ്ഞിലെ എന്നെ കുറേ എടുത്തുകൊണ്ട് നടന്നതും ആഹാരം തന്നതും ഒക്കെയാണ്. ഇപ്പോൾ ഈ പ്രശോഭനിയമ്മ മോളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ഏറ്റവും ഇളയ മോളുടെ വീട്ടിൽ. ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കൾ അവിടെ പോയി കളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ പ്രശോഭനിയമ്മ ചുമ്മാ ഇരിക്കുന്ന ഇടവേളകളിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതിപ്പോൾ നമ്മുടെ ബനിയൻ കിറ്റില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്ത ബനിയൻ ടൈപ്പ് കിറ്റ്, ആ കിറ്റ് വെച്ച് കെട്ടുന്നതാണ് ഈ മുല്ലപ്പൂ. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ പല റീൽസിലും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ ഒരുവിധം എല്ലാ ഫംഗ്ഷനും അത്യാവശ്യം നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ടവരുടെ കല്യാണങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും വെക്കുന്നത് ഈ മുല്ലപ്പൂവാണ്. അത് പിച്ചിമുട്ട് വേണമെങ്കിൽ അതുണ്ട്, മുല്ലമുട്ട് വേണമെങ്കിൽ അതുണ്ട്, മുല്ലപ്പൂ വേണമെങ്കിൽ ഉണ്ട്. ഇതെല്ലാം ഈ കിറ്റ്. ഇത് കുറച്ച് പ്ലാസ്റ്റിക് കൂടിയതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കിറ്റ് ഉണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, ആ കിറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ തണ്ടിൽ പച്ച കളറിലെ ഫാബ്രിക് പെയിൻറ്റും അങ്ങനെ എന്തോ അടിക്കും, ഒരു പച്ചപ്പ് ഫീൽ ചെയ്യാൻ അതിൻ്റെ തണ്ടിനും. പിന്നെ ബാക്കി ഇതൊക്കെ കളർ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന പേപ്പർ ഫ്ലവേഴ്സ്. പക്ഷേ എനിക്കിതിനകത്ത് കുറേ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ പേപ്പർ മുല്ലപ്പൂവാണ്. എപ്പോഴും ഫംഗ്ഷൻസിനൊക്കെ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ റീൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും എപ്പോഴും പൂ വെക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാണാനും രസമാണ്, കൂടുതൽ നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യും. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് മുല്ലമുട്ടല്ലെന്ന് പെട്ടെന്ന് തോന്നത്തില്ല. ഇതുപോലെ തന്നെ ഞാൻ ഓരോ ഫംഗ്ഷന് വെച്ചുകൊണ്ട് പോയിട്ട് പോലും അയ്യോ ഇതെന്തുവാ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആണോ, അങ്ങനെയൊന്നും ഇതുവരെ ആരും ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരൊക്കെയോ ഓർഡർ കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി എടുത്തതാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വേണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി, നമ്പർ ഞാൻ കമൻറ്റിലിടാം. ഫംഗ്ഷൻസിന് പോകുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ തലയിൽ പൂവുണ്ടാകും. അതുപോലെ തന്നെ റീൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ പ്രശോഭനിയമ്മയുടെ പൂവാണ് വെക്കുന്നത്. എനിക്ക് പലപ്പോഴായിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.